ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. 2023 തമിഴ് ഭാഷയിൽ റിലീസായ ഓഗസ്റ്റ് 16, 1947 എന്ന ചരിത്രപരമായ ആക്ഷൻ ഡ്രാമ സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അധികം വൈകാതെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി അവർ കൈയടക്കി വെച്ച എല്ലാ രേഖകളും സമർപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഒരുപാട് വർഷങ്ങളോളം നമ്മുടെ ഭാരതത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനായി അവർ ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ മാറ്റി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാരതത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനായി ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനോട് പറയുന്നു, സെങ്കോഡ് എന്നൊരു ഗ്രാമമുണ്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങളുമായി നമ്മളൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചതിനാൽ ആ പരുത്തിയുടെ പൂർണ്ണ അവകാശം നമുക്കായിരിക്കുമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ആ കരാറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അതായത് സെങ്കോഡ് ഗ്രാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയുടെ അടുത്ത 30 വർഷത്തേക്കുള്ള പൂർണ്ണ അവകാശം ബ്രിട്ടീഷുകാർക്കായിരിക്കും എന്നവർ കരാറിൽ മാറ്റം വരുത്തിയിരുന്നു. ഇത് കേട്ട സീനിയർ ഓഫീസർ റോബർട്ട് എന്ന ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട് ആ രേഖയിൽ ഒപ്പിട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ റോബർട്ടിനെ കൊണ്ട് രേഖയിൽ ഒപ്പുവെക്കാനായി ബ്രിട്ടീഷ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന പുളിയങ്കുടി എന്ന സ്ഥലത്ത് നിന്നും സെങ്കാട് ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെയുള്ള ഒരു ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, റോബർട്ട് സെങ്കാട് ഗ്രാമത്തിലുണ്ട്, അവിടുത്തെ ടെലിഫോൺ കുറച്ച് ദിവസങ്ങളായി പ്രവർത്തിക്കുന്നില്ല, അതിനാൽ ഇവിടെ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള സെങ്കാട് ഗ്രാമത്തിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ സന്ദേശം കൊടുത്തയക്കാം. അങ്ങനെ 2 ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥർ ആ സന്ദേശവുമായി സെങ്കാട് ഗ്രാമത്തിലേക്ക് പോകുന്നു. യാത്രാ മധ്യേ ഒരു പോലീസുകാരൻ മറ്റേയാളോട് റോബർട്ടിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. റോബർട്ട് സെങ്കാട് ഗ്രാമത്തിനെ തന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ കാരണമാണ് റോബർട്ടിനെ സെങ്കാട് ഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റിയത്. 15 വർഷം മുമ്പാണ് റോബർട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായി അയാൾ ജനങ്ങളെ കൊണ്ട് ദിവസവും 10 മണിക്കൂറിന് പകരം 16 മണിക്കൂർ പണിയെടുപ്പിച്ചു. ബാത്റൂമിൽ പോകാനോ വെള്ളം കുടിക്കാനോ ഒരു നിമിഷം വൈകിയാൽ പോലും ചാട്ടവാർ കൊണ്ട് അടിക്കുന്ന ഒരു ക്രൂരനായിരുന്നു അയാൾ. ഇതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയെ റോബർട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. തനിക്കെതിരെ സംസാരിക്കുന്നവരെ അയാൾ ഇഞ്ചിഞ്ചായി കൊല്ലുമായിരുന്നു. ഇത് കണ്ട ഗ്രാമവാസികൾ റോബർട്ടിനെ പേടിച്ച് അയാൾ പറയുന്നത് എന്തും ചെയ്യാൻ തുടങ്ങി. പരുത്തിയുടെ തൂക്കം കുറഞ്ഞാൽ ആ കുറവ് നികത്താനായി അയാൾ ആളുകളെ തുലാസിൽ കയറ്റി നിർത്തുമായിരുന്നു. ആരെങ്കിലും ഗ്രാമം വിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ വെടിവെച്ച് കൊല്ലാനായി അയാൾ ഗ്രാമത്തിന് നടുവിലുള്ള പർവ്വതത്തിന് മുകളിൽ ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. റോബർട്ടിനേക്കാൾ ക്രൂരനായിരുന്നു അയാളുടെ മകൻ ജസ്റ്റിൻ. റോബർട്ടിന് മകനോട് വലിയ സ്നേഹമായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കൈ അബദ്ധത്തിൽ ജസ്റ്റിന്റെ ദേഹത്ത് തട്ടിയതിന് അയാൾ ആ പെൺകുട്ടിയെ ഗ്രാമത്തിന് നടുവിലിട്ട് ചുട്ടുകൊന്നു. ഇത് കാരണം ഗ്രാമത്തിലെ പലരും തങ്ങളുടെ പെൺമക്കളെ ജസ്റ്റിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ആൺകുട്ടികളെ പോലെ വേഷം കെട്ടിച്ചാണ് വളർത്തിയിരുന്നത്. കാരണം ജസ്റ്റിന്റെ പെൺകുട്ടികളോട് അടങ്ങാത്ത ആർത്തിയായിരുന്നു. ചിലർ ജസ്റ്റിനെ ഭയന്ന് തങ്ങളുടെ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടുക പോലും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ പോലീസുകാരൻ സഹപ്രവർത്തകനോട് വിവരിക്കുന്നു. തുടർന്ന് കഥ 1947 ഓഗസ്റ്റ് 12 മാറുന്നു. പതിവ് പോലെ സെങ്കാട് ഗ്രാമത്തിലെ ജനങ്ങൾ റോബർട്ടിനെ ഭയന്ന് ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് ജോലി ചെയ്തിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് തിളച്ച വെള്ളം കാലുവഴുതി താഴെ വീഴുന്നു. അത് അയാളുടെ കാലിൽ വീണ് പൊള്ളലേറ്റു. വേദന കൊണ്ട് പുളഞ്ഞ അയാൾ റോബർട്ടിനോട് വിശ്രമിക്കാൻ അനുവാദം ചോദിക്കുന്നു. എന്നാൽ റോബർട്ട് അയാളെ ചാട്ടവാർ കൊണ്ട് അടിക്കാൻ തുടങ്ങി. നിനക്ക് വേദനിച്ചാൽ നീ നിന്റെ ജോലി മറന്നുപോകും, കൂടുതൽ വേദനിച്ചാൽ നീ നിന്നെ തന്നെ മറന്നുപോകും എന്നായിരുന്നു റോബർട്ടിന്റെ ക്രൂരമായ ചിന്ത. ദിവസവും 16 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയെത്തി ഒരുമിച്ച് കൂടി സംസാരിക്കുമായിരുന്നു. അവരിൽ ഒരാൾ കയ്യിലുള്ള പത്രം വീണ്ടും വീണ്ടും വായിക്കും. ആ വാർത്ത കേട്ട് മറ്റുള്ളവർ സന്തോഷിക്കും. ഈ വർഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കും എന്നായിരുന്നു ആ വാർത്ത. സത്യത്തിൽ അത് 3 മാസം പഴക്കമുള്ള ഒരു പത്രമായിരുന്നു. കഴിഞ്ഞ 3 മാസമായി എല്ലാ ദിവസവും അവർ ആ വാർത്ത വായിച്ച് സന്തോഷിക്കുകയായിരുന്നു. പകൽ ബ്രിട്ടീഷുകാരുടെ പീഡനം സഹിച്ച് രാത്രിയിൽ ആ പത്രം വായിച്ച് എന്തെങ്കിലും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീ അവിടേക്ക് ഓടി വന്നുകൊണ്ട് കരയാൻ തുടങ്ങി. എന്റെ ഭർത്താവ് എന്റെ മകളെ ജീവനോടെ കുഴിച്ചുമൂടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ അലറി. ഗ്രാമവാസികൾ ഓടിച്ചെന്ന് അത് തടഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്റെ മകളെ ഇത്രയും കാലം ഞാൻ ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. എന്നാൽ ഇപ്പോൾ അവൾ വളർന്നു. അവൾ ഒരു പെൺകുട്ടിയാണെന്ന കാര്യം ജസ്റ്റിന് അറിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എന്റെ മകളെയും അവൻ നശിപ്പിക്കും. അതിനും ഭേദം അവളെ ജീവനോടെ കുഴിച്ചുമൂടുന്നതാണ്. ഇത് കേട്ട് ഗ്രാമവാസികൾ അവളെ സമാധാനിപ്പിച്ചു. നിന്റെ മകൾ ഒരു പെൺകുട്ടിയാണെന്ന് ആരും അറിയാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഉറപ്പ് നൽകി. തുടർന്ന് ഗ്രാമവാസികളെല്ലാം ചേർന്ന് ആ പെൺകുട്ടിയുടെ തിരണ്ട് കല്യാണം ചടങ്ങ് അവരുടെ ആചാരപ്രകാരം നടത്തുന്നു. ആ സമയത്താണ് നമ്മുടെ സിനിമയിലെ നായകനായ പരമൻ അവിടേക്ക് വരുന്നത്. പരമൻ അവരോടൊപ്പം നൃത്തം ചെയ്ത് ആ ചടങ്ങ് പൂർത്തിയാക്കുന്നു. ചടങ്ങിന് ശേഷം ഗ്രാമവാസികൾ എല്ലാവരും അവിടുത്തെ ജമീന്ദാരുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് ജമീന്ദാർ തന്റെ മകളുടെ ശ്രാദ്ധം നടത്തുകയായിരുന്നു. ജസ്റ്റിനെ ഭയന്ന് 10 വർഷം മുമ്പ് ജമീന്ദാർ തന്റെ മകളെ കൊന്നുകളഞ്ഞതായിരുന്നു.
അതിനുശേഷം എല്ലാ വർഷവും അയാൾ മകളുടെ ശ്രാദ്ധം നടത്തി വരുന്നു. അപ്പോൾ അവിടേക്ക് ജസ്റ്റിൻ വരുന്നുണ്ട്. ജമീന്ദാറുടെ വീട്ടിലെ ദേവി വിഗ്രഹം തനിക്ക് വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. ജമീന്ദാർ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ജമീന്ദാറുടെ മകൻ എതിർക്കുന്നു. ജമീന്ദാർ മകനെ ബലമായി പിടിച്ചു മാറ്റുന്നു. ഒരു വശത്ത് ജമീന്ദാർ മകളുടെ ശ്രാദ്ധം നടത്തുമ്പോൾ മറുവശത്ത് പരമൻ തന്റെ സുഹൃത്തായ തവിടിനൊപ്പം ജമീന്ദാറുടെ വീടിന്റെ പിന്നിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. തവിട് പരമനെ അകത്തേക്ക് കടക്കാൻ സഹായിക്കുന്നു. ആർക്കും കാണാൻ കഴിയാത്ത വിധം പരമൻ ജമീന്ദാറുടെ വീട്ടിലേക്ക് കടക്കുന്നു. പരമൻ നേരെ പോകുന്നത് ജമീന്ദാറുടെ മകൾ തേൻമൊഴിയെ കാണാനാണ്. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. ജമീന്ദാർ തന്റെ മകളെ ജസ്റ്റിനിൽ നിന്ന് രക്ഷിക്കാനായി അവൾ മരിച്ചുപോയെന്ന നാടകം കളിക്കുകയായിരുന്നു. ഈ നുണ എല്ലാവരെയും വിശ്വസിപ്പിക്കാനാണ് എല്ലാ വർഷവും അയാൾ മകളുടെ ശ്രാദ്ധം നടത്തിയിരുന്നത്. ജമീന്ദാറുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പരമനും തവിടിനും ഒഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു. പരമന് തേൻമൊഴിയോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതുവരെ അവൻ ആ ഇഷ്ടം അവളോട് പറഞ്ഞിരുന്നില്ല. കഥ 1947 ഓഗസ്റ്റ് 13 നീങ്ങുന്നു. ഗ്രാമവാസികൾ പതിവ് പോലെ ജോലി ചെയ്യുകയാണ്. പെട്ടെന്ന് മായയുടെ ജോലി വേഗത കുറയുന്നു. അവൾ ക്ഷീണിച്ച് തലകറങ്ങി വീഴുന്നു. അപ്പോൾ ജസ്റ്റിൻ അവിടേക്ക് വരുന്നുണ്ട്. അയാൾ മായയുടെ തലയിലെ തൊപ്പി എടുത്തു മാറ്റുമ്പോൾ അവൾ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ജസ്റ്റിൻ മായയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നു. മായയുടെ മാതാപിതാക്കൾ ജസ്റ്റിനോട് അവളെ വിട്ടയക്കാൻ അപേക്ഷിക്കുന്നു. എന്നാൽ ദൂരെ നിന്നിരുന്ന റോബർട്ട് മായയുടെ മാതാപിതാക്കളെയും സഹോദരനെയും ഗ്രാമവാസികൾ നോക്കി നിൽക്കെ വെടിവെച്ചു കൊല്ലുന്നു. തുടർന്ന് മായയെയും അവളുടെ സഹോദരനെയും രക്ഷിക്കാൻ വേണ്ടി ജസ്റ്റിൻ അവരെ തന്റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ പരമൻ ഉണ്ടായിരുന്നെങ്കിലും ഭയം കാരണം അവൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മറുവശത്ത് റോബർട്ടിനുള്ള സന്ദേശവുമായി വന്ന പോലീസുകാർ പുളിയൻകുടിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അന്ന് രാത്രി ഗ്രാമവാസികൾ ഒത്തുകൂടി ജമീന്ദാർ മായയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. എന്നാൽ ചിലർ ജസ്റ്റിനെതിരെ സംസാരിക്കാതെ ജമീന്ദാറെ പിന്തുണയ്ക്കുന്നു. ഇത് കേട്ട് ജനങ്ങൾ പരമനുമായി വഴക്കിടുന്നു. അപ്പോൾ ഒരാൾ പരമനോട് ചോദിക്കുന്നു, ഇതുപോലെ ഞങ്ങളുടെ അമ്മയ്ക്കും സഹോദരിക്കും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? കഥ പാസ്റ്റിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പരമന്റെ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ പരമന്റെ അമ്മ ആ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് സ്വയം ശ്വാസം അടക്കി പിടിച്ച് മരണം വരിച്ചു. അമ്മയുടെ മരണശേഷം പരമൻ വിശപ്പ് സഹിക്കാനാവാതെ അലഞ്ഞു നടന്നു. വിശന്ന് തളർന്ന് ഒരിടത്ത് വീണ് കിടന്ന പരമന് ഗ്രാമത്തിലെ ഒരു അമ്മ ഭക്ഷണം നൽകി രക്ഷിച്ചു. ആ അമ്മയാണ് പിന്നീട് ജമീന്ദാറുടെ ഭാര്യയായതും തേൻമൊഴിയുടെ അമ്മയായതും. തേൻമൊഴി മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ പരമൻ ഒരുപാട് ദുഃഖിച്ചു. പരമന്റെ ദുഃഖം കണ്ട തേൻമൊഴിയുടെ അമ്മ അവൾ ജീവനോട് ഉണ്ടെന്നും അവളെ താൻ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും പരമനോട് പറയുന്നു. കഥ ഓഗസ്റ്റ് 14 വരുന്നു. അന്ന് രാവിലെ ജമീന്ദാർ റോബർട്ടിന്റെ അടുത്തേക്ക് പോകുന്നു. റോബർട്ടിന്റെ ടെലിഫോൺ പ്രവർത്തിക്കാത്തതുകൊണ്ട് അയാൾ തന്റെ ആളുകളെ പുളിയൻകുടിയിലേക്ക് അയച്ചിരുന്നു. ജമീന്ദാർ അയച്ചയാൾ പരമന്റെയും തവിടിന്റെയും സുഹൃത്തായിരുന്നു. അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് പരമനെയും തവിടിനെയും കാണുന്നു. ഒരു വ്യക്തിയുടെ കയ്യിലെ സ്വർണം കണ്ട് അവർ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, ജമീന്ദാറുടെ മകൾ മരിച്ചിട്ടില്ല, അവളെ അദ്ദേഹം ഒളിപ്പിച്ചിരിക്കുകയാണ്, അവൾക്ക് വേണ്ടിയുള്ള സ്വർണമാണിതെന്ന്. ആരും അറിയാതെ പുളിയൻകുടിയിൽ വെച്ച് ജമീന്ദാറുടെ മകനുമായി അവളുടെ വിവാഹം നടത്താൻ പോകുന്നു. ഇത് കേട്ട ഉടനെ തവിട് പരമനോട് തേൻമൊഴിയോട് നിന്റെ പ്രണയം പറയാൻ വൈകരുത് എന്ന് പറയുന്നു. ധൈര്യം സംഭരിച്ച് പരമൻ തന്റെ പ്രണയം പറയാനായി തേൻമൊഴിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ പരമൻ സംസാരിക്കുന്നതിന് മുൻപേ തേൻമൊഴി പറയുന്നു, എന്റെ വിവാഹം പുളിയൻകുടിയിലെ ജമീന്ദാറുടെ മകനുമായി നടക്കാൻ പോകുന്നു. ഞാൻ വളരെ സന്തോഷവതിയാണ്. അവളുടെ സന്തോഷം കണ്ട് പരമൻ ഒന്നും പറയാനാവാതെ നിശബ്ദനായി അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ജസ്റ്റിൻ ജമീന്ദാറുടെ വീട്ടിലേക്ക് വന്ന് താൻ കൊണ്ടുവന്ന പണപ്പെട്ടി ഒളിപ്പിച്ചതിന് ശേഷം വാതിൽ തുറക്കുന്നു. എന്നാൽ ദേവിയുടെ വിഗ്രഹം അവിടെ കാണുന്നില്ല. ദേഷ്യം വന്ന ജസ്റ്റിൻ വിഗ്രഹത്തിനായി തിരച്ചിൽ തുടങ്ങുന്നു. ആ പെട്ടിയിലേക്ക് നോക്കിയ ജസ്റ്റിൻ അത് തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജമീന്ദാറുടെ മകൻ വിഗ്രഹം എടുത്ത് ജസ്റ്റിന് നൽകുന്നു. സംശയം തോന്നിയ ജസ്റ്റിൻ ആ പെട്ടി തുറന്നു നോക്കുന്നു. അതിനുള്ളിൽ തേൻമൊഴിയെ കണ്ട് അവൻ സന്തോഷിക്കുന്നു. തുടർന്ന് ജമീന്ദാർ റോബർട്ടിന്റെ അടുത്തേക്ക് ചെന്ന് തേൻമൊഴിക്ക് പകരമായി എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. എന്നാൽ റോബർട്ട് മകന്റെ സന്തോഷത്തിനായി ഒരു ദിവസം സമയം നൽകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ജമീന്ദാർ തന്റെ 2 മക്കളോടും ചേർന്ന് തേൻമൊഴിയെ ഒളിപ്പിക്കാൻ പദ്ധതിയിടുന്നു. എന്നാൽ അവരുടെ സംഭാഷണം പരമൻ കേൾക്കുന്നുണ്ടായിരുന്നു. ജമീന്ദാർ തേൻമൊഴിയെ ജീവനോടെ ഒരു പെട്ടിയിലാക്കി കുഴിച്ചു മൂടാൻ തുടങ്ങുമ്പോൾ പരമൻ ഒരു തുരങ്കത്തിലൂടെ അവളെ രക്ഷിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ജമീന്ദാർ പെട്ടി തുറന്നു നോക്കുമ്പോൾ തേൻമൊഴിയെ കാണുന്നില്ല. ആ തുരങ്കം കണ്ട് അയാൾ ഞെട്ടുന്നു. ഉടൻ തന്നെ മക്കളോട് തേൻമൊഴിയെ കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. മറുവശത്ത് ജമീന്ദാർ അയച്ചയാൾക്ക് പുളിങ്കുടിയിൽ വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു എന്ന വാർത്ത ലഭിക്കുന്നു. അയാൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. പരമൻ തേൻമൊഴിയെ ജസ്റ്റിന്റെ മുറിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. കാരണം ജമീന്ദാർ ഗ്രാമം മുഴുവൻ തിരയുമെങ്കിലും ജസ്റ്റിന്റെ വീട്ടിൽ തിരയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആ സമയത്ത് ജസ്റ്റിൻ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ജസ്റ്റിൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തേൻമൊഴിയെ പുളിങ്കുടിയിൽ എത്തിക്കാമെന്ന് അവർ പദ്ധതിയിടുന്നു. എന്നാൽ കാട്ടിൽ വെച്ച് ഒരു മൃഗം ജസ്റ്റിനെ ആക്രമിക്കുന്നു. അതുകൊണ്ട് അവർ വേഗം തിരിച്ചു വരുന്നു. റോബർട്ട് മകന് ചികിത്സ നൽകിയതിനു ശേഷം തന്റെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ പുളിങ്കുടിയിലെ ഇൻസ്പെക്ടർ വന്ന് റോബർട്ടിനോട് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിനായുള്ള മീറ്റിംഗിനെ കുറിച്ചും സംസാരിക്കുന്നു. അവരുടെ സംഭാഷണം തവിട് കേൾക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ജസ്റ്റിൻ തന്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അലമാരയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ജസ്റ്റിൻ അലമാര തുറന്നപ്പോൾ അതിനുള്ളിൽ തേൻമൊഴിയെ കാണുന്നു. അവൻ അവളെ ബലമായി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പരമൻ അവിടെ എത്തി ജസ്റ്റിന്റെ കാലിൽ വെട്ടുന്നു. തുടർന്ന് അവനെ കൊല്ലുന്നു. അല്പസമയത്തിന് ശേഷം റോബർട്ട് മീറ്റിംഗിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റിനെ കാണാനായി അവന്റെ മുറിയിലേക്ക് വരുന്നു. പരമൻ റോബർട്ടിനോട് ജസ്റ്റിൻ വീണ്ടും വേട്ടയ്ക്ക് പോയിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു. മീറ്റിംഗിന് വൈകിയതുകൊണ്ട് റോബർട്ട് ജസ്റ്റിനെ കാണാതെ പോകുന്നുണ്ട്. ജസ്റ്റിന്റെ ശവശരീരം ഒളിപ്പിച്ചതിന് ശേഷം പരമൻ തേൻമൊഴിയുമായി പുറത്തേക്ക് വരുമ്പോൾ തവിട് ഓടി വന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി
എന്ന് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് പരമന് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും അവിടേക്ക് വരുന്നു. പരമൻ പറയുന്നു, ഈ പെൺകുട്ടി ഊരിലെ ജമീന്ദാരുടെ മകളാണ്, അവൾ വഴി പിഴച്ചു പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം സ്ത്രീ ഒരുപാട് രാത്രിയായി, ഇവൾ എന്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴേക്കും പുളിയൻകുടിയിലേക്ക് പോയയാൾ തിരിച്ചെത്തി റോബർട്ടിനെ മദ്രാസിലെ മീറ്റിംഗിന് കൊണ്ടുപോകുന്നു. മറുവശത്ത് മുസ്ലിം സ്ത്രീ തേൻമൊഴിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരമനെ കുറിച്ചും അവന്റെ പ്രണയത്തെക്കുറിച്ചും പറയുന്നു. തേൻമൊഴിയും പരമനും കണ്ടുമുട്ടുന്നു. പരമൻ തന്റെ പ്രണയം തുറന്നു പറയുന്നു. അവർ പരസ്പരം കൈകൾ കോർക്കുന്നു. അപ്പോഴേക്കും ജമീന്ദാരുടെ മക്കൾ വന്ന് തേൻമൊഴിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ മുസ്ലിം സ്ത്രീ അവളെ സംരക്ഷിക്കുന്നുണ്ട്. മറുവശത്ത് മീറ്റിംഗിന് പോയ റോബർട്ടിന് ജസ്റ്റിനെ എവിടെയും കാണാത്തതുകൊണ്ട് അവൻ അപകടത്തിലാണെന്ന് മനസ്സിലാവുന്നു. റോബർട്ട് തന്റെ സൈന്യവുമായി ഗ്രാമത്തിലേക്ക് തിരിക്കുന്നു. ജസ്റ്റിന്റെ ശവശരീരം പരമൻ ഒളിപ്പിക്കുന്നത് ഒരാൾ കാണുകയും ഗ്രാമവാസികളോട് പറയുകയും ചെയ്യുന്നു. ഈ വിവരം റോബർട്ട് അറിഞ്ഞാൽ ഗ്രാമം മുഴുവൻ നശിപ്പിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. മറ്റൊരാൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ റോബർട്ട് അവനെ കൊല്ലുന്നു. പിന്നീട് ഗ്രാമവാസികളെല്ലാം ഒത്തുകൂടി പരമനെ പിടിക്കുന്നു. അപ്പോൾ പരമൻ പറയുന്നു, ഞാൻ ജസ്റ്റിനെ കൊന്നത് നല്ലൊരു കാര്യത്തിനാണ്. അവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു. റോബർട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അവനെതിരെ പോരാടാം. എല്ലാവരും റോബർട്ടിനെ നേരിടാൻ തയ്യാറാവുന്നു. മറുവശത്ത് റോബർട്ട് തന്റെ മകന്റെ മൃതദേഹം കണ്ട് ദേഷ്യത്തിൽ അലറുന്നു. അയാൾ അവിടെയുണ്ടായിരുന്ന ഇന്ത്യൻ പോലീസുകാരനെ കൊല്ലുന്നുണ്ട്. തുടർന്ന് ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഗ്രാമവാസികൾ ഭയപ്പെടുന്നില്ല. അവർ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. റോബർട്ട് ജമീന്ദാറിനെ വെടിവെച്ചു കൊല്ലുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന പരമൻ റോബർട്ടുമായി ഏറ്റുമുട്ടുന്നു. അവസാനം ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്നു. തന്റെ മരണം മുന്നിൽ കണ്ട റോബർട്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി, എന്നെ വിട്ടയക്കൂ എന്ന് പറയുന്നു. എന്നാൽ ഗ്രാമവാസികൾ റോബർട്ടിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൽ അവർ സന്തോഷിക്കുന്നു. ഭാരതം മുഴുവൻ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ സെങ്കാട് ഗ്രാമത്തിലെ ജനങ്ങൾ ഓഗസ്റ്റ് 16 പോരാടി അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.